കൂട്ടുകാരെ എന്താണ് സുഖമല്ലേ? അപ്പം നമ്മളന്ന് മംസാർ ബീച്ചിൽ പോകുന്നവരെ നടന്നില്ലല്ലോ, ഒന്ന് തേപ്പ് കിട്ടിയില്ലേ? അന്ന് ലേഡീസ് ഉള്ളി മാത്രമായിരുന്നല്ലോ തിങ്കൾ ബുധനും. പിന്നെ അവിടെ വരെ പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിയർ ബൈ ബീച്ച് നോക്കിയിട്ട് ദുബായിലുണ്ട് പോയി. എന്നാലും മംസാർ ബീച്ച് പെൻഡിങ് കിടക്കുമല്ലേ. ഇപ്പം ഞങ്ങൾ വീണ്ടും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതുവരെ പോയ ബീച്ചിൽ ഏറ്റവും ഓക്കെ ആണെന്ന് തോന്നിയത് ബീച്ചാണ്. കാരണം അല്ലെങ്കിൽ നല്ല ആംബിയൻസ് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ചാർക്കോളും ഗ്രില്ലൊക്കെ അടിക്കാനുള്ള സ്പേസുകൾ, അത് വേസ്റ്റ് തട്ടാനുള്ള ഏരിയ നല്ല നീറ്റായിട്ട് ഉണ്ടാവും. പച്ചപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. ഈ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ടെൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ചാർക്കോളോ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം ഫുള്ള് ടെൻറ്റൊക്കെ അടിച്ച് നല്ല പ്രോഗ്രാമൊക്കെ നടത്താം, ഗെയിം നടത്താം. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ ഒരു ഫിലിപ്പീനി ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ അതിൻ്റെ സ്റ്റേജ് പോലെയൊക്കെ വലിയ ടെൻറ്റൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അതിന് ബൊഫെ പോലെ ടേബിളും എല്ലാം ടെമ്പററി ആയിട്ടുള്ള രീതിയിൽ അവർ ഇവൻ മാനേജ്മെൻറ്റിൻ്റെ പൈസയും കാറ്ററിംഗ് ഒക്കെ ലാഭിച്ച് അപ്പോൾ നല്ല രീതി ഇങ്ങനെയൊക്കെയുള്ള ഏരിയകൾ കണ്ടുപിടിച്ച് നല്ല രീതിക്ക് ഹാപ്പിനെസ് കണ്ടെത്താവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ടൂൾസൊന്നും കൊണ്ടുവന്നില്ല, ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ അതിന് ക്ഷീണത്തിൽ അവർ ഇറങ്ങി. ഞാനപ്പോൾ ഈ ഫിലിപ്പീനി കുഞ്ഞിനെയൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്.